റോഷിപാൽ, അങ്ങനെ മുല്ലപ്പള്ളിയെ അത്ര വേഗത്തിൽ ആർക്കും വീഴ്ത്താൻ കഴിയൂല. ഇപ്പോഴും ആരോഗ്യ ദൃഢഗാത്രം മാത്രമല്ല, ആ രാഷ്ട്രീയ മനസ്സ് ഉരുക്കുള്ളൊരു മനസ്സുകൂടിയുണ്ട്. എന്നാൽ അതേസമയം അലിയേണ്ടിടങ്ങളിൽ ആർദ്രമാവുന്നൊരു മനസ്സുമുണ്ട് നമ്മുടെ മുല്ലപ്പള്ളിക്ക്. അപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നതനുസരിച്ച് മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയാതെ പറയുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും താൻ സുപരിചിതനാണ് എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ കൊടുത്ത റിപ്പോർട്ടിലും അദ്ദേഹം മത്സരിച്ചേക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. അത് ശരി തന്നെയാണ്, അത് ശരിവയ്ക്കുകയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ ജനകീയ അടിത്തറ, ആ ബന്ധമാണ് അത് കനകോലുവിന്റെ ആ പരിശോധനയിൽ, അവരുടെ സർവേയിലടക്കം പല മണ്ഡലങ്ങളിലും, അത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് നോർത്താകട്ടെ, കൊയിലാണ്ടിയോ പേരാമ്പ്രയോ അല്ലെങ്കിൽ കുറ്റ്യാടിയോ നാദാപുരമോ ഏത് മണ്ഡലത്തിലും, അത് കണ്ണൂരിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും മുല്ലപ്പള്ളി രാമേന്ദ്രന് വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിപ്പിക്കാനുള്ള തീരുമാനം. മാത്രവുമല്ല, മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ ഒരു ക്ലീൻ ഇമേജ് അത് കോൺഗ്രസിന് ഗുണകരമാകും, UDF പ്രത്യേകിച്ച് മലബാറിൽ കരുത്താകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. ആ കണക്കൂട്ടലിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പള്ളിയെ കൂടി മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ഏതായാലും മുല്ലപ്പള്ളി ഇതിൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പ്രതികരണം, മുല്ലപ്പള്ളി പൊതുവെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന പതിവുണ്ട്, അത് യാഥാർത്ഥ്യം. നേരത്തെ മുല്ലപ്പള്ളി ഈ കാര്യം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചാണ്. ആ അവസരത്തിൽ ഷാഫിക്ക് സംസാരിക്കാൻ അനുമതി നൽകേണ്ടതായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം, അവിടെ മുതിർന്ന നേതാവായ എം കെ രാഘവന് അവിടെ സംസാരിക്കാൻ അവസരം കൊടുക്കണം. തൊട്ടു പിന്നാലെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ള മുൻ MLA പാറക്കൽ അബ്ദുള്ളയെ പരിഗണിക്കണം. മൂന്നാമതായിട്ടാണ് ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ സമയം നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തി. സാധാരണ UDF യാത്രയിൽ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ വേദിയിൽ മറ്റാരും പ്രസംഗിക്കില്ല, സമയത്തിന്റെ പരിമിതി കാരണം. അവിടെയാണ് ഷാഫിക്ക് അവസരം ലഭിക്കാതെ. പക്ഷേ ഷാഫിക്ക് വലിയ പ്രയാസമുണ്ടായി. അതിൽ പ്രതികരിച്ചതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് അസംതൃപ്തിയുമുണ്ട്. താങ്ക് യു. റോഷിപാലും VS സുജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.